ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 46-ാം തിരുലിഖിതം. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ അവരുടെ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ലോകമെമ്പാടും ഓശാന ഞായർ ആചരിക്കുന്ന ഈ സുദിനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുത ശക്തി അവിടുന്ന് സമൃദ്ധമായി വർഷിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇദ്ദേഹം കാനഡയിൽ നിന്നാണ് ഈ അനുഭവം നമ്മൾ എഴുതി അറിയിക്കുന്നത്. എൻ്റെ പേര് ജേക്കബ് ജോസഫ്. കാനഡയിലാണ് ഞാനും കുടുംബവും താമസിക്കുന്നത്. ഈശോ ഞങ്ങളുടെ മേൽ അഭിഷേകാഗ്നി വഴി ചൊരിഞ്ഞ വലിയൊരു കരുണ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത് എഴുതുന്നത്. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. ഭാര്യ 3-ാമത്തെ കുട്ടിയെ ഗർഭിണിയായിരിക്കുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ സാധാരണ ചെയ്യാറുള്ളത് പോലുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ തികച്ചും നിരാശരും ദുഃഖിതരുമായി. കാരണം കുഞ്ഞിന് ഡൗൺ സിൻഡ്രം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വസ്തുത ഞങ്ങളെ വളരെ സങ്കടത്തിലാഴ്ത്തി. ഡോക്ടേഴ്സ് സ്കാനിങ്ങുകൾ നടത്തി, സ്പെഷ്യലിസ്റ്റിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രഗ്നൻസി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇത്രയും റിസ്ക്കുള്ള സ്ഥിതിക്ക് ഇനി അത് മുന്നോട്ട് തുടരേണ്ടതില്ല, നിങ്ങൾ തീരുമാനിച്ചോളൂ എന്നും പറഞ്ഞു. ഞങ്ങൾ ദൈവത്തെ ശരണപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ആത്മീയമായ ഒരു വിശ്വാസം അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ദൈവം ഞങ്ങൾക്ക് തന്നു. ഈ തീരുമാനം എടുത്ത അന്ന് മുതൽ, ഏകദേശം 3-ാമത്തെ മാസം അന്ന് മുതൽ ഓപ്പറേഷൻ്റെ തലേന്ന് രാത്രി വരെ കഴിയുന്നത്ര തവണ ഓൺലൈനിൽ അഭിഷേകാഗ്നി വചനങ്ങൾ കേട്ട് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിനുശേഷം കഴിഞ്ഞ ഡിസംബർ 5-ന് എൻ്റെ ഭാര്യ നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിക്ക് ജന്മം നൽകി. മറ്റു കുട്ടികളെക്കാൾ ആരോഗ്യത്തോടും സൗന്ദര്യത്തോടും മികവോടും കൂടി ഒരു കുട്ടിയെ തന്ന് കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ സന്തോഷിപ്പിച്ച്. ഹല്ലേലൂയ. കാനഡയിൽ നിന്ന് ജേക്കബ് ജോസഫും കുടുംബവും അവരുടെ ഫുൾ അഡ്രസ്സ് തന്ന് ഈ സാക്ഷ്യം എഴുതി അറിയിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, കുടുംബത്തിലൊരു ഞെരുക്കം വന്നപ്പോൾ അവർ അഭിഷേകാഗ്നി വചനത്തിൻ്റെ മുമ്പിൽ കഴിയുന്നത്ര എപ്പിസോഡുകൾ കണ്ട് കരഞ്ഞങ്ങോട്ട് നിലവിളിച്ച്. ഇതാ മറ്റൊരു കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ ജെസി റൈനോൾഡ്, തലശ്ശേരിയിലെ ചാലിൽ എന്ന പ്രദേശത്ത് കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ഇടവകയിലെ ഒരു അംഗമാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾക്ക് ഒരേ ഒരു മകളാണ് ഉള്ളത്. ഞങ്ങൾ മുടങ്ങാതെ ഷാലോം TV-യിലെ അഭിഷേകാഗ്നി പരിപാടി കാണുന്നവരാണ്. തൽഫലമായി ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം തന്ന ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. വിവാഹിതയായ എൻ്റെ മകൾക്ക് 13 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. ഞങ്ങൾ വളരെ സങ്കടത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിലൂടെ അനേകം കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ മകൾക്ക് ഒരു കുഞ്ഞിനെ നൽകിയാൽ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ സാക്ഷ്യപ്പെടുത്താം എന്ന് നേർന്ന് അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാൻ തുടങ്ങി. ഏതാണ്ട് 9 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മകൾ 13 വർഷങ്ങൾക്ക് ശേഷം ഇതാ ഗർഭിണിയായി. ഇന്ന് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുത്ത് ദൈവം അവളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവത്തിന് കോടാനുകോടി നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, ഓരോ വേദനകളിലിരിക്കുന്ന ദൈവജനം
ദൈവവചന പ്രഘോഷണങ്ങൾ നടക്കുമ്പോൾ എളിമപ്പെട്ട് യേശുവിനെ ആരാധിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ നാമത്തിൽ വലിയ കാര്യങ്ങൾ പിതാവായ ദൈവം ചെയ്തു കൊടുക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കട്ടെ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇപ്പോൾ കർത്താവായി യേശുവിനെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് കൃപ ചൊരിയണമേ കർത്താവേ. ഈ സമൂഹത്തിലേക്ക് അത്ഭുതങ്ങൾ ചൊരിയണമേ കർത്താവേ. വലിയ അഭിഷേകങ്ങൾ ചൊരിയണമേ കർത്താവേ. ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാം മുരടിപ്പ് മാറിപ്പോകട്ടെ, മന്ദതകൾ മാറിപ്പോകട്ടെ, വലിയ കൃപാവരങ്ങൾ നിറയട്ടെ കർത്താവേ. ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ഇന്ന് ഈ ദാസീദാസന്മാരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ അഭിഷേകം തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 6 മുതലുള്ള തിരുലിഖിതങ്ങൾ. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രന് ഓശാന. യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആത്മീയ രഹസ്യം യേശു ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു മുഹൂർത്തമാണ്. കഴുതപ്പുറത്ത് ഓശാന വിളികളോടെ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന ഈ രംഗം. ഈ ഒരു രംഗത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 19 അധ്യായത്തിൽ 37, 38 തിരുലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ശിഷ്യഗണം മുഴുവൻ തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും കുറിച്ച് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 38 വാക്യം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും കുറിച്ച് അവർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഈ ഒരു കാര്യത്തെക്കുറിച്ച് യേശു അവരെ ശുപാർശ പറയുന്നത് പിന്നീട് നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ ആത്മീയ രഹസ്യം ഈ ഒരു വചനഭാഗങ്ങൾ നമുക്ക് തുറന്നു തരികയാണ്. എന്താണത്? നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ അത്ഭുത കൃത്യങ്ങളും എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദൗത്യമുണ്ട്. നമ്മുടെ ദൈവത്തെ ആ പ്രവൃത്തികളെ പ്രതി വലിയ സ്നേഹത്തോടെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ പുല്ല് ഉണങ്ങിപ്പോകുന്നത് പോലെയും പാവയ്ക്ക ചീഞ്ഞു പോകുന്നത് പോലെയും പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവവചനത്തിലൂടെ ഈ ഒരു ആത്മീയ രഹസ്യം നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. വിശുദ്ധ ലിഖിതങ്ങളിൽ സങ്കീർത്തന പുസ്തകത്തിൽ 78 അധ്യായത്തിൽ ഈ ഒരു ആത്മീയ സത്യം ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 78 സങ്കീർത്തനത്തിലെ 33 തിരുലിഖിതം. അതിനാൽ അവിടുന്ന് അവരുടെ നാളുകളെ ഒരു നിശ്വാസം പോലെ അവസാനിപ്പിച്ചു. അവരുടെ സംവത്സരങ്ങൾ ഭീതിയിൽ ആണ്ടുപോയി. ഇന്ന് ഒരുപാട് പേരുടെ കുടുംബത്തിൽ അവർക്ക് ദിവസങ്ങളും മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും ഉണ്ട്. പക്ഷെ ഒരു ഭീതി അവരെ പിടികൂടിയിരിക്കുകയാണ്. ഒരു ഭയം അവരെ അലട്ടുകയാണ്. മാരക രോഗത്തെക്കുറിച്ചുള്ള ഭയം, കടബാധ്യതയെക്കുറിച്ചുള്ള ഭീതി,
കുടുംബ തകർച്ചയെക്കുറിച്ചുള്ള പ്രശ്നം, വിവാഹ മോചനത്തെക്കുറിച്ചുള്ള ആകുലത, ഒരു സ്വസ്ഥതയുമില്ല, ഒരു സമാധാനവുമില്ല, ഒരു ജീവിതത്തിനൊരു ഹൃദ്യതയില്ലാതെ ആയിരിക്കുകയാണ്. 100 പേര് കല്യാണം കഴിച്ചാൽ 10% കുടുംബങ്ങളിൽ മക്കളില്ല. വലിയൊരു ശതമാനം കുടുംബങ്ങൾ വിവാഹമോചനത്തിൻ്റെ വക്കിലേക്ക് ഇതാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൽ കലഹങ്ങൾ ഒരു നിത്യസംഭവമായി പലർക്കും അനുഭവപ്പെടുകയാണ്. പകലന്തിയോളം അധ്വാനിക്കുന്നു, വൈകുന്നേരം വീട്ടിൽ വന്നാൽ ഏതാണ്ട് ശത്രു രാജ്യത്ത് പോയി കഴിയുന്ന അവസ്ഥയാണ് പലർക്കും ഉള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധ്വാനിക്കുന്നുണ്ട്, സമാധാനമില്ല, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, എന്നാൽ ജീവിതമാകുന്നില്ല. ഇത് ഇന്ന് അനേകരുടെ ഒരു അവസ്ഥയാണ്. ഇത് അനേകർ ജോലി തേടുന്നു, ഉന്നത ജോലികൾ കരസ്ഥമാക്കുന്നു, നല്ല വീടുകൾ വെക്കുന്നു, വലിയ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കുന്നു, വീടിന് വീട്, പണത്തിന് പണം, പഠിപ്പിന് പഠിപ്പ്, ആരോഗ്യത്തിന് ആരോഗ്യം, എല്ലാത്തിനും എല്ലാം ഉണ്ട്. പക്ഷേ ജീവിതമാകുന്നില്ല. ജീവിതത്തിൽ, കുടുംബത്തിൽ ഒരു സ്വസ്ഥത വരുന്നില്ല, ഒരു നിറവ്, ഒരു തൃപ്തി, ഒരു വലിയ ആഹ്ലാദം, ഒരു സന്തോഷത്തിൻ്റെ ജീവിതം ഉണ്ടാകുന്നില്ല. എന്താ കാരണം? വചനം പഠിപ്പിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 78-ാം അധ്യായം 32-ാം തിരുലിഖിതം. അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല. അതിനാൽ അവിടുന്ന് അവരുടെ നാളുകളെ ഒരു നിശ്വാസം പോലെ അവസാനിപ്പിച്ചു. അവരുടെ സംവത്സരങ്ങൾ ഭീതിയിൽ ആണ്ടുപോയി. സംവത്സരങ്ങളെല്ലാം ഭീതിയിൽ കഴിച്ചു കൂട്ടുകയാണ്. സംവത്സരങ്ങളെല്ലാം നെടുവീർപ്പിൽ ആണ്ടുപോയിരിക്കുകയാണ്. ഗദ്ഗതങ്ങൾ, നെടുവീർപ്പ്, ഭീതി, ടെൻഷൻ, ആകുലത എല്ലാം കൊണ്ടും പൊതിയപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം അവർ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ടും അവർ ദൈവത്തെ ആശ്രയിക്കുകയോ അതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മഹത്വം ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വം കീർത്തിക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ദൈവത്തിൻ്റെ വചനം ഈ കാര്യത്തെക്കുറിച്ച് ദൈവമക്കൾക്ക് നല്ല പ്രബോധനം നൽകുന്നുണ്ട്. ഒരു വലിയ അത്ഭുത പ്രവൃത്തി നമ്മുടെ നാളിൽ ദൈവം ചെയ്യുമ്പോൾ, ദൈവം തൻ്റെ ശക്തി നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ദൈവം പ്രകടമായ ഒരു കരുണ ചൊരിയുമ്പോൾ, ദൈവം പ്രകടമായി ഒന്ന് ഇടപെടുമ്പോൾ, അത് ഞാൻ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്കും നിങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത്. കൊറാസീൻ, നിനക്ക് ദുരിതം. ബെത്സയിദ, നിനക്ക് ദുരിതം. നിന്നിൽ സംഭവിച്ചിട്ടുള്ള ഈ അത്ഭുതങ്ങൾ ടൈറിലോ സീതോനിലോ സംഭവിച്ചിരുന്നെങ്കിൽ അവ 7 പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ കൺമുമ്പിൽ ദൈവം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഒരാഗ്രഹം ഞാനും നിങ്ങളും എളിമപ്പെടണം, ദൈവത്തെ അംഗീകരിക്കണം, അനുദപിക്കണം, മാനസാന്തര ജീവിതത്തിലേക്ക് ദൈവത്തിലുള്ള ജീവിതത്തിലേക്ക് തിരിയണം. അതിനെക്കുറിച്ച് ഒരു എപ്പിസോഡിൽ ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇതിൻ്റെ 2ാമത്തെ ഭാഗമാണ്. ദൈവത്തിൻ്റെ ഒരു മഹത്വം, ദൈവത്തിൻ്റെ ഒരു ശക്തി, ഒരു ഇടപെടൽ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കൺമുമ്പിൽ ചെയ്യുമ്പോൾ, നമ്മുടെ കാതുകൾ അത് കേൾക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന 2ാമത്തെ കാര്യമാണ് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ എല്ലാ അത്ഭുത പ്രവർത്തികളെയും കുറിച്ച് ഉച്ചത്തിൽ സ്തുതി പാടി ദൈവത്തെ വാഴ്ത്തണം, മഹോന്നതനെ വാഴ്ത്തണം, നമ്മുടെ സ്രഷ്ടാവിനെ സ്തുതിക്കണം. ഈ കാര്യത്തിൽ അമാന്തമരുത്. കാരണം ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇത് നമ്മുടെ വംശത്തിൻ്റെ ബലവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എവിടെ സ്തുതികൾ കുറയുന്നോ, എവിടെ ദൈവാരാധന കുറയുന്നോ, ആ കുടുംബത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ദുർബലമാവുകയാണ്. കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനങ്ങൾ ദുർബലമാവുകയാണ്. ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം നോക്കി നിൽക്കുമ്പോൾ രോഗികളായി മാറുന്ന സ്ഥിതി കുടുംബങ്ങളിൽ സംജാതമാകാൻ തക്കവണ്ണം ഈ ഒരു പ്രവൃത്തിക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ഞാൻ നിങ്ങൾ ദൈവാരാധന ഉപേക്ഷിക്കുക, ഞാൻ നിങ്ങൾ ദൈവസ്തുതി ഉപേക്ഷിക്കുക, ഞാൻ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ചാണ് തിരുലിഖിതം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്.
സങ്കീർത്തന പുസ്തകത്തിൽ 78-ാം അധ്യായത്തിൽ 1 മുതൽ തിരുലിഖിതങ്ങൾ ഇതിന്റെ പൊരുൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. എന്റെ ജനമേ, എന്റെ ഉപദേശം ശ്രവിക്കുവീൻ, എന്റെ വാക്കുകൾക്ക് ചെവി തരുവീൻ. ഞാൻ ഒരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിന്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. എന്തോ ഒരു വലിയ കാര്യത്തെക്കുറിച്ച് ഇതാ ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ പോവുകയാണ്. പുരാതന കാലം മുതലുള്ള സകലത്തിൻ്റെയും സാരാംശം, ഒരു പൊരുൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് തിരുലിഖിതം വ്യക്തമാക്കുകയാണ്. എന്നിട്ട് 3-ാമത്തെ വാക്യം, നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്, പിതാക്കന്മാർ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വെക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തി പ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് നാം വിവരിച്ചു കൊടുക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വംശത്തിൽ ദൈവം ഒരുപാട് അത്ഭുതങ്ങളിലൂടെ നമ്മളെ നടത്തിയിട്ടുണ്ട്. നമ്മളത് മൂടി വെക്കരുത്. നമ്മൾ വരും തലമുറയ്ക്ക്, മക്കൾക്കും മക്കളുടെ മക്കൾക്കും എങ്ങനെ ദൈവം നമ്മളെ നടത്തി എന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. കുടുംബത്തിൽ അനുഗ്രഹം കൊണ്ടുവരാനുള്ള ഒരു വഴിയാണത്. എങ്ങനെ നമ്മുടെ കുടുംബത്തെ കാലാകാലങ്ങളിൽ ദൈവം നമ്മളെ നടത്തി, ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നു, രോഗത്തിൽ നിന്ന് സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്നു, അനർത്ഥങ്ങളിൽ നിന്ന് സ്വസ്ഥതയിലേക്ക് കൊണ്ടുവന്നു. ഇത് നമ്മൾ അങ്ങോട്ട് മറന്ന് സുഖമായിട്ട് അങ്ങോട്ട് മറന്നു കളയരുത്. നമ്മളത് ഓർക്കണം. നമ്മുടെ മക്കൾക്ക് അത് വിവരിച്ച് പറഞ്ഞു കൊടുക്കണം. കുടുംബത്തിൽ അത് നന്നായിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് വീണ്ടും പഠിപ്പിക്കുകയാണ്, വരാനിരിക്കുന്ന തലമുറ, ഇനിയും ജനിച്ചിട്ടില്ലാത്ത തലമുറ, നമ്മുടെ മക്കൾ അത് അറിയുകയും ദൈവത്തിന് അതിനുവേണ്ടി മഹത്വം കൊടുക്കുകയും ചെയ്യാൻ ഇടവരുത്തണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് ഇത് വിവരിച്ച് പറയണം. നമുക്കൊരു നന്മയുണ്ടായാൽ നമ്മളത് മൂടി വെക്കരുത്. നമ്മളത് കർത്താവിൻ്റെ സഭ സമ്മേളിക്കുമ്പോൾ ജനങ്ങളോട് പറയണം. നമ്മുടെ വീട്ടിൽ മക്കളുടെ മക്കളും സമ്മേളിക്കുമ്പോൾ കുടുംബത്തിൽ അത് പറയണം. ഇതാ, ഈ ജീവിക്കുന്ന ദൈവം നമുക്കിങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? സങ്കീർത്തനം 78-ാം അധ്യായം 42-ഉം 43-ഉം തിരുലിഖിതങ്ങൾ. ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു പാപം, അവര് ഇത് പെട്ടെന്ന് അങ്ങോട്ട് മറന്നു കളയും. കാര്യം നടന്നു കഴിയുമ്പോൾ അതുവരെയുള്ളതെല്ലാം അങ്ങോട്ട് മറക്കും. അങ്ങനത്തെ ഒരു രീതി അവർക്കുണ്ടായിരുന്നു. 78-ാം സങ്കീർത്തനത്തിൽ 42, 43 തിരുലിഖിതങ്ങൾ, അവർ അവിടുത്തെ ശക്തിയെയോ ശത്രുവിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദിവസത്തെയോ ഓർത്തില്ല. ഈജിപ്തിൽ വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും സോവാൻ വയലുകളിൽ വെച്ച് അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളും അവർ ഓർത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഓർക്കണം, വിവരിക്കണം, മഹത്വപ്പെടുത്തണം. ഇത് ഞാനും നിങ്ങൾ ചെയ്തേ മതിയാവൂ. എങ്കിലേ നമ്മുടെ കുടുംബത്തിന് ബലമുണ്ടാവുകയുള്ളൂ, കുടുംബത്തിന് അടിത്തറ ഉണ്ടാവുകയുള്ളൂ, കുടുംബത്തിൽ ദീർഘായുസ് ഉണ്ടാവുകയുള്ളൂ. കുടുംബത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ കുടുംബത്തിലൊരു സമാധാനമായി രൂപാന്തരപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവം ചെയ്ത നന്മ, ദൈവം നടത്തിയ വഴികൾ, ദൈവം കാണിച്ച കാരുണ്യം, ഇത് ഓർക്കണം, വിവരിച്ച് കുടുംബത്തിൽ കേൾപ്പിക്കണം. എന്നിട്ട് കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഈ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇത് നമ്മുടെ 2-ാമത്തെ ഡ്യൂട്ടിയാണ്. 1-ാമത്തെ ഡ്യൂട്ടിയാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് അനുദപിക്കുക. 2-ാമത്തെ ഡ്യൂട്ടിയാണ് ഈ അത്ഭുതങ്ങൾ വർണ്ണിച്ച് ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം, മറ്റുള്ളവരോട് അത് പറയണം. 105-ാം സങ്കീർത്തനത്തിൽ 2 മുതലുള്ള തിരുലിഖിതങ്ങളിൽ ഈ കാര്യം വീണ്ടും നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 105-ാം സങ്കീർത്തനത്തിൽ 2 മുതൽ 5 വരെയുള്ള തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്, അവിടുത്തെ അത്ഭുതങ്ങൾ നിങ്ങൾ വർണ്ണിക്കുവിൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ, അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദം കൊണ്ട് നിറയട്ടെ, കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് കർത്താവിൻ്റെ ബലത്തെ അന്വേഷിക്കണം.
കർത്താവിൻ്റെ ബലവത്തായ പ്രവൃത്തികളെ കുറിച്ച് അന്വേഷിക്കണം. കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബത്തിൽ ചെയ്തിട്ടുള്ള ഭീതിതമായ പ്രവൃത്തികൾ, മഹത്വത്തോടെ ചെയ്തിട്ടുള്ള വലിയ മഹത്വപൂർണമായ പ്രവൃത്തികൾ, കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ, സൗഖ്യത്തിൻ്റെ പ്രവൃത്തികൾ, പരിപാലനയുടെ പ്രവൃത്തികൾ, ഇത് അന്വേഷിക്കണം. കർത്താവിനെയും കർത്താവിൻ്റെ പ്രവൃത്തികളെയും അന്വേഷിക്കണം. എന്നിട്ട് അത് അത്ഭുതങ്ങൾ വർണ്ണിച്ച് വർണ്ണിച്ച് പറയണം. ഒരു സാഹിത്യകാരൻ ഒരു പ്രകൃതി ദൃശ്യം കണ്ടാൽ അതിനെ വർണ്ണിക്കുന്നത് പോലെ, ഒരു പുഷ്പം കണ്ടാൽ അതിനെ വർണ്ണിക്കുന്നത് പോലെ, ഒരു താഴ്വാരം കണ്ടാൽ അതിനെ വർണ്ണിക്കുന്നത് പോലെ, ചന്ദ്രനെ കാണുമ്പോൾ അതിനെ വർണ്ണിക്കുന്നത് പോലെ, സമുദ്രത്തെ കാണുമ്പോൾ അതിനെ വർണ്ണിക്കുന്നത് പോലെ, ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ ഇടപെടലുകളെ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ, ദൈവത്തിൻ്റെ ബലത്തെ, ദൈവം നടത്തിയ വഴികളെ വർണ്ണിക്കണം. ഇത് കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമുക്കായി ഒരു കൽപ്പന നൽകിയിരിക്കുകയാണ്. നിങ്ങൾ അവിടുത്തെ അത്ഭുതങ്ങളെ വർണ്ണിക്കുവിൻ, നിങ്ങൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. 4-ാമത്തെ വാക്യം പഠിപ്പിക്കുകയാണ്, കർത്താവിനെയും അവിടുത്തെ ബലത്തെയും നിങ്ങൾ അന്വേഷിക്കുവിൻ, അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവീൻ. ഈ തലമുറയിൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ രീതിയാണ് ദൈവത്തിൻ്റെ വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കാൻ നേരമില്ല, വിവരിക്കാൻ സമയമില്ല, അത് ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ അഭിമാനമില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ കുടുംബത്തിന് ദോഷമാണ്. ഇത് നമ്മുടെ ജീവിതത്തിന് ഭൂഷണമല്ല. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ഇടപെടലുകളിൽ നാം ദൈവത്തിൻ്റെ വലിയ ശക്തിയാൽ, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്താൽ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് വരണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തികളെ നാം പ്രകീർത്തിക്കണം. 37-ാം സങ്കീർത്തനത്തിൽ 4-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, നീ കർത്താവിൽ ആനന്ദിക്കുവീൻ, അവിടുന്ന് നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. 1 ദിനവൃത്താന്തം 16:36 ഇതാ ദൈവത്തിൻ്റെ ദാസൻ ഒരായുസ് മുഴുവൻ ദൈവത്തോട് ഇടപെട്ട് ആത്മീയ മർമ്മം ഗ്രഹിച്ച ദൈവദാസൻ പ്രഖ്യാപിക്കുകയാണ്, കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്നതാണ് ഞങ്ങളുടെ അഭിമാനം. എഴുന്നേറ്റ് നിൽക്കാം. ദൈവം ചെയ്ത എല്ലാ പ്രവൃത്തികളെ കുറിച്ച് മതിപ്പ് വേണം. അത് മറ്റുള്ളവരോട് പറയണം, അത് ഓഫീസിൽ പറയണം, അത് ബസ്സിൽ പറയണം, സഹയാത്രികരോട് പറയണം, സഹപ്രവർത്തകരോട് പറയണം, ബന്ധുക്കളോട് പറയണം, മക്കളോട് പറയണം, വരും തലമുറകളോട് വിവരിക്കണം, ഇടവകയിൽ പറയണം, സഭ കൂടുമ്പോൾ പറയണം. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിവരിക്കണം, വർണ്ണിക്കണം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തണം. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്താം. ഓ ദൈവമേ, ദൈവത്തിൽ അഭിമാനമുള്ള, ദൈവത്തിൻ്റെ ബലത്തെയും അവിടുത്തെ പ്രവൃത്തികളെയും തേടുന്ന ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കട്ടെ. പോരാ, മനസ്സ് തുറക്കുക, അതരം തുറക്കുക, കുടുംബങ്ങൾ ഒന്നിക്കുക. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മന്ദതയുടെയും മരവിപ്പിൻ്റെയും മൂകതയുടെയും അന്ധതയുടെ അരൂപികൾ ഈ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോവട്ടെ. കൃപയുടെ അഭിഷേകം നിറയട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, അവിടുത്തെ ബലത്തെ പ്രകീർത്തിക്കുന്നത്, അവിടുത്തെ നാമത്തെ ആരാധിക്കുന്നത്, അവിടുത്തെ എല്ലാ അത്ഭുത പ്രവർത്തികളും വർണ്ണിക്കുന്നത് ശ്രേഷ്ഠമായ കാര്യം തന്നെ. ഇതിന് തക്കവണ്ണമുള്ള ഒരു ആത്മാവിനെ ഈ ദാസന്മാരുടെ മേൽ ഇപ്പോൾ അഭിഷേകമായി പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഈ ഓശാന ഞായറാഴ്ച ഇന്ന് ഈ ദാസന്മാരുടെ മേൽ ദൈവത്തിന്റെ എല്ലാ അത്ഭുത പ്രവർത്തികളെയും കുറിച്ച് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു അഭിഷേകം പകരണമേ. ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 38-ാം തിരുലിഖിതം. അവർ ദൈവത്തിൻ്റെ എല്ലാ അത്ഭുത പ്രവൃത്തികളെയും കുറിച്ച് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഒന്നായൊരുമയോടെ ഉയരങ്ങളിൽ നിന്നുണരുന്നു
സ്തുതിഗീതം ഉണരുന്നു, വാനവരുദ്ഘോഷിക്കുന്നു സ്വർഗത്തിൻ സ്തുതിഗീതം. ബലവാനാം ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവാം ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ ശക്തിയിൽ ആനന്ദിക്കുക, ദൈവത്തിൻ്റെ ശക്തിയിൽ അഭിമാനം കൊള്ളുക. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ദൈവ സാന്നിധ്യത്തിൽ ആഹ്ലാദഭരിതമാകണം. ഇപ്പോൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഇതാ സജീവ ദൈവത്തിൻ്റെ സാന്നിധ്യം. വലിയ ആഹ്ലാദഭരിതമായ ഹൃദയത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കട്ടെ. എല്ലാ വിശുദ്ധരോട് ചേർന്ന് സ്തുതിക്കുന്നു, മാലാഖ വ്യൂഹങ്ങളോട് ചേർന്ന് സ്തുതിക്കുന്നു, ക്രോവേൻ വൃന്ദങ്ങളോട് ചേർന്ന് സ്തുതിപ്പിക്കുന്നു, സ്രാപ്പേൻ വൃന്ദങ്ങളോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലേക്ക് ഉന്നതമായ ശക്തി ഇപ്പോൾ അവിടുന്ന് വർഷിക്കണമേ. ആരാധന 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 യേശുവേ, ആരാധന ആരാധന. ഹോശാന